തലേ ദിവസം ഹോസ്പിറ്റലിൽ പോക്കെല്ലാം കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് കിടന്നുറങ്ങിയത് മാത്രമേ ഓർമ്മയുള്ളൂ. കണ്ണു തുറന്നു നോക്കിയപ്പോൾ 6 മണി. എൻ്റെ പൊന്നോ, വെട്ടം വെച്ച് എണ്ണീട്ടിട്ടുണ്ടെങ്കിൽ നെഞ്ചിനകത്തൊരു തീയാണെന്നേ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുകയാണ്, കർത്താവേ വെട്ടം വെച്ച് വരുവാണല്ലോ എന്ന്. ചടപടിയെന്ന് പറഞ്ഞ് ഞാൻ എന്താ വേഗം ഗ്രീൻ പീസ് കഴുകി വേഗം കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പച്ചക്കറി അരിയാൻ പിന്നെ നമുക്ക് ചോപ്പർ ഉള്ളത് കൊണ്ട് വേഗം വേഗം അരിഞ്ഞെടുക്കാം. കണ്ടം മുണ്ടം ക്യാബേജും ക്യാരറ്റും അങ്ങ് അരിഞ്ഞിട്ട് ചോപ്പറിലിട്ട് വലിയോട് വലിയാണ്. ഈ വലി തന്നെയാണ് ഞാനിനി ബീട്രൂട്ടും മെഴുക്കുവരട്ടിക്കും ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ചായ ആയി, ഗ്രീൻ പീസ് വെന്ത് വന്നു. ക്യാബേജൊക്കെ പിന്നെ ഞാൻ എന്താ മസാല അങ്ങോട്ട് മൊരിയിച്ചിട്ട് ക്യാബേജ് അരിഞ്ഞത് അങ്ങടേക്ക് ഇടും. അത്രേ ഉള്ളൂ കേട്ടോ. ടക്കനെ എന്ന് പറഞ്ഞാൽ ആയിക്കോളും. ആ നേരത്ത് പേസ്റ്റ് ചിക്കിയിട്ട് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചിനെ കൊണ്ട് പേസ്റ്റ് എടുപ്പിക്കുകയാണ്. ചായ ഇട്ട് വെച്ചത് അന്നമോളാണ് അരിച്ചു തന്നത്. ജോക്കൂട്ടൻ എന്തോ സംശയം ചോദിക്കാൻ വന്നപ്പോൾ ചോപ്പർ ഒന്ന് സ്റ്റക്കായി. തുറന്നത് മാത്രമേ ഓർമ്മയുള്ളൂ. തെറിച്ചെന്തൊക്കെയോ എൻ്റെ തലയിലും മേത്തൊക്കെ വീണു. കുടഞ്ഞു കളഞ്ഞിട്ട് ഞാൻ എന്താ പിന്നെ എൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ബീട്രൂട്ടും ഇതേപോലെ തന്നെ ഞാൻ ചോപ്പറിലിട്ടാണ് കേട്ടോ ഇന്ന് വലിച്ചെടുത്തത്. ഗ്രീൻ പീസ് കറിയും ചപ്പാത്തിയാണ്. അപ്പോൾ പപ്പയ്ക്കും മക്കൾക്കും വേഗം ഞാൻ കൊടുത്തു കേട്ടോ. കുറച്ച് കുക്കുംബർ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഇന്ന് സ്കൂളിൽ